എല്ലാവർക്കും നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തക്കാളി ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വ്യത്യസ്തമായിട്ടുള്ളൊരു ഗോതമ്പ് ദോശയുടെയും അതുപോലെ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ് ഈ ഒരു ചട്നി. പിന്നെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 10-15 എണ്ണം എടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ട്. ഇനിയിപ്പോൾ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 3 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. ചനാദാൾ എന്ന് പറയും. കടലപ്പരിപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതുപോലെ ചട്നി ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കടലപ്പരിപ്പ് നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ കടലപ്പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 എണ്ണമാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയാണ് ഈ ഒരു ചട്നിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇനിയിപ്പോൾ ഉള്ളി ഇല്ലെങ്കിൽ ഇതിന് പകരം ഒരു വലിയ സവാള എടുത്താലും മതി. പിന്നെ അത് പൊടിയായിട്ടൊന്നും അരിയണം എന്നൊന്നുമില്ല, നമുക്കിത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഉള്ളി ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാനിനി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കമുളകാണ് ചേർക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊരു 2-3 ഉണക്കമുളക് ചേർത്ത് കൊടുത്താൽ മതി. ഉള്ളിയൊക്കെ വഴറ്റി കഴിഞ്ഞിട്ട് ഞാനതിലേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ. എന്നിട്ട് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 നല്ല പഴുത്തിട്ടുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി കൂടെ ചേർത്തിട്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ വെന്ത് ഇതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ നെക്കി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായി അരച്ചെടുക്കുക. അപ്പോൾ ഇതാ അതുപോലെ നല്ല പേസ്റ്റ് പോലെ നമ്മുടെ ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ഉണക്കമുളക് ചേർക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചട്നി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായി യോജിപ്പിച്ച് കൊടുക്കുക ഈ ഒരു എണ്ണയിൽ. അപ്പോൾ ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് ഒന്നുകൂടി ഈ ഒരു ചട്നി ഒന്ന് വെന്ത് വരണം. അതുപോലെ ഇതിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. അതുപോലെ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക, ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ ചട്നിയൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ അത്യാവശ്യം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ തക്കാളി ചട്നി. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ദോശയുടെ കൂടെയും ഇഡ്ലിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.